ഹായ് ലേണേഴ്സ്, ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഹിസ്റ്ററിയുടെ 2024 ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ PYQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതിലെ 4ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഫസ്റ്റ് വായിക്കാം. ലിസ്റ്റ് ഫസ്റ്റിൽ 4 പേരുകളാണ് നൽകിയിട്ടുള്ളത്. ഇത് 4 റിച്വൽസ് ആണ് കേട്ടോ. ശൂതകരണ, പുംസവാന, ഉപനയന, ജാതകർമ്മൻ എന്നിങ്ങനെയാണ് ലിസ്റ്റ് ഫസ്റ്റ്. ഇനി ലിസ്റ്റ് സെക്കൻഡ് നോക്കുമ്പോൾ ഇനീഷ്യേഷൻ ഇൻ ടു അഡൽട്ട്ഹുഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ദ ചൈൽഡ് ഇൻ ദ മദേഴ്സ് വോം, ഷേവിംഗ് ഓഫ് ദ ഹെഡ്, റിച്വൽസ് അറ്റ് ചൈൽഡ് ബർത്ത്. അപ്പോൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്, ഓപ്ഷൻ ബി ആണ്. അതായത് നമ്മൾ പറഞ്ഞു ലിസ്റ്റ് ഫസ്റ്റിൽ നൽകിയിട്ടുള്ളത് കുറച്ച് ഹിന്ദു റിച്വൽസ് ആണ്, അല്ലെങ്കിൽ സംസ്കാരാസ് എന്ന് പറയും. ലിസ്റ്റ് സെക്കൻഡിൽ നൽകിയിട്ടുള്ളത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതായത് എന്താണ് ആ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ലിസ്റ്റ് സെക്കൻഡിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റ് ഫസ്റ്റിൽ ആദ്യം പറയുന്നത് ചൂതകരണ അല്ലെങ്കിൽ ചുതകരണ. ചുതകരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേവിംഗ് ഓഫ് ദ ഹെഡ് ആണ്, അതായത് തല മുണ്ടനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടി ജനിച്ച് 1 വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ 1 വയസ്സോട് കൂടിയിട്ട് കുട്ടിയുടെ ആദ്യത്തെ മുടി വടിച്ചു കളയുന്ന ആ ഒരു റിച്വലിനെയാണ് ഈ ഒരു ചൂതകരണ സംസ്കാര എന്ന് പറയുന്നത്. ഒന്നുകിൽ ജനിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ മുടി വടിക്കുക, ആദ്യമായിട്ട് മുടി വടിക്കുന്നത്. അതല്ലെങ്കിൽ 3ാമത്തെ വർഷം, ജനിച്ചിട്ട് 3ാമത്തെ വർഷം, അതായത് 3ാമത്തെ പിറന്നാളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇത്തരത്തില് മുടി മുറിക്കുമ്പോൾ, അതായത് നേരത്തെ പറഞ്ഞല്ലോ മുടി ഷേവ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു ചൂതകരണ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മുടി മുറിക്കുമ്പോൾ അവിടെ ഒരു കുടുമ കിട്ടില്ലേ നമ്മൾ, അതുപോലെ കുറച്ച് മുടി ടോപ്പിൽ, ഹെയറിന്റെ ടോപ്പിൽ അങ്ങനെ നിർത്താറുണ്ട്. ടഫ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്, TUFT, ടഫ്റ്റ്. ഓക്കെ, ഞാൻ ഈ ചൂതകരണ സംസ്കാരയുടെ ഒരു എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതൊന്ന് ക്ലിയർ ആയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. At the end of the first year after birth or during the 3rd year, a child's hair is shaved all but a tuft on the top of the head. അതായത് ബാക്കി എല്ലാ മുടിയും വടിച്ചു കളയും, ഹെയറിന്റെ ടോപ്പ് ഭാഗത്തുള്ള ആ ഒരു മുടി അവിടെ നിലനിർത്തും. ഇപ്പൊ നമ്മൾ ചില ബ്രാഹ്മിൺസിനൊക്കെ കുടുമ കെട്ടി കണ്ടിട്ടില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു സംസ്കാരം ബോയ്സിനും ഗേൾസിനും ഒരേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് ഈ ഒരു റിച്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു സെറിമണി ആയിട്ടാണ് അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് ധാരാളം പ്രേയേഴ്സ്, അതുപോലെ മന്ത്രോച്ചാരണങ്ങൾ, അതുപോലെ വേദിക് മന്ത്രങ്ങളൊക്കെ പറയുക, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് പുംസവാന. ലിറ്ററലി ഇതിന്റെ മീനിങ് വരുന്നത് ക്വിക്കനിങ് എ ബീയിങ് സോൾ എന്നാണ്. ക്വിക്കനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പ്രഗ്നന്റ് ആയിട്ട്, ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന അനക്കം ഉണ്ടല്ലോ, കുട്ടിയുടെ അനക്കം, അതിനെ ക്വിക്കനിങ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു പുംസവാന എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് അത് ചെയ്യുന്ന ആ ഒരു റിച്വൽ ആണെന്ന് പറഞ്ഞല്ലോ, ആ റിച്വൽ ചെയ്യുന്നത് കുട്ടിയുടെ ആദ്യത്തെ അനക്കം അറിയുന്ന ആ ഒരു സമയത്ത്, അതായത് ഏർലി പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ ആയിട്ടാണ്. ഏർലി അല്ല, ഒരു ആദ്യമായിട്ട് ഒരു അനക്കം അറിയുക ഒരു 4-5 മാസത്തിലൊക്കെയാണ് കുട്ടിയുടെ ആദ്യത്തെ അനക്കമൊക്കെ സാധാരണഗതിയിൽ അറിയാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആദ്യമായിട്ടുള്ള അനക്കം എന്ന് പറയുമ്പോൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ചവിട്ടൊന്നല്ല കേട്ടോ, ജസ്റ്റ് ഒരു അനക്കം, ഒരു ബട്ടർഫ്ലൈ കിക്ക് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതിനാണ് ക്വിക്കനിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒരു കണക്ട് ചെയ്യാൻ, പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ പുംസവന എന്ന് പറയുന്ന റിച്വൽ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. സീമന്തം എന്നൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സീമന്തം നടത്തുക എന്നാണ് സാധാരണ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ലിസ്റ്റ് ഫസ്റ്റിൽ വരുന്ന പുംസവന കണക്ട് ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദ ചൈൽഡ് ഇൻ ദ മദേഴ്സ് വോംബ്. അപ്പോൾ ഗർഭസ്ഥ ശിശുവിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സെറിമണി അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ്, ഒരു റിച്വൽ ആണ് ഈ പറയുന്ന പുംസവന എന്ന് പറയുന്ന റിച്വൽ. ഓക്കെ,
അപ്പോൾ ക്വിക്കനിങ് എന്നുള്ള കാര്യം പുംസവനായിട്ട് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ഉപനയന. ഉപനയന സെറിമണീനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. ദെൻ ഉപനയന എന്ന് പറയുന്നത് ഇനീഷ്യേഷൻ ഇൻ ടു അഡൾട്ട്ഹുഡ്. അതായത് ഒരു കുട്ടി അഡൾട്ട്ഹുഡിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ഉപനയന സെറിമണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഉപനയന സെറിമണിയിലാണ് ബ്രാഹ്മൺ ബോയ്സ് അവരുടെ സേക്രഡ് ത്രെഡ് ഉണ്ടല്ലോ, അതായത് പൂണൂല് എന്ന് പറയുന്നത്, ഈ പൂണൂല് ധരിക്കുന്ന ആ ഒരു ചടങ്ങിനെ ഉപനയന സെറിമണി എന്നാണ് പറയുന്നത്. ഈ ഒരു ഉപനയന സെറിമണിയോട് കൂടിയിട്ടാണ് കുട്ടികളുടെ ഒരു പഠനം ആരംഭിക്കുന്നത്. ഔപചാരിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത് ഈ ഒരു ഉപനയന സെറിമണി കഴിയുന്നതോട് കൂടിയിട്ടാണ്. നെക്സ്റ്റ് വണ്ണാണ് ജാതകർമ്മൻ. ജാതകർമ്മൻ എന്ന് പറയുന്നത് റിച്വൽസ് അറ്റ് ചൈൽഡ് ബർത്ത്, അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ചെയ്യുന്ന റിച്വൽ ആണ് ജാതകർമ്മൻ. അതായത് എന്താ, ഒരു കുട്ടിയെ വെൽക്കം ചെയ്യാന്ന് പറയില്ലേ, അതായത് പുതിയൊരു ജീവൻ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു പുതിയ കുട്ടിയെ വെൽക്കം ചെയ്യുന്ന ആ ഒരു സെറിമണീനെയാണ്, അതായത് ആ കുടുംബത്തിലേക്ക് വെൽക്കം ചെയ്യുന്ന സെറിമണീനെയാണ് ഈ പറയുന്ന ജാതകർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറിമണിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി തേൻ കുട്ടിയുടെ വായിലേക്ക് ഇറ്റിക്കും. എന്നിട്ട് ദൈവത്തിന്റെ പേര് കുട്ടിയുടെ ചെവിയിൽ വിളിക്കുന്ന ആ ഒരു കാര്യം കൂടി ഈ പറയുന്ന ജാതകർമ്മ എന്ന് പറയുന്ന സെറിമണിയിലാണ് ചെയ്യുന്നത്. ഈ ജാതകർമ്മ സെറിമണിയാണ് ആദ്യത്തെ ഫസ്റ്റ് പോസ്റ്റ് നാറ്റൽ റൈറ്റ് ഓഫ് പാസേജ് ഫോർ എ ന്യൂ ബോൺ ബേബി. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന ഒരു ഹിന്ദു റിച്വൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ജാതകർമ്മൻ അല്ലെങ്കിൽ ജാതകർമ്മ എന്ന് പറയുന്ന റിച്വൽ ആണ്. ദെൻ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തലമുണ്ടനം ചെയ്യുന്നത് ഒരു വയസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന റിച്വൽ ഏതാണ്? പുംസവായന എന്ന് പറയുന്ന ആ ഒരു റിച്വൽ ആണ് കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ജാതകർമ്മ. ദെൻ ഇത് കഴിഞ്ഞിട്ട് മുടി വന്നു കഴിഞ്ഞിട്ട് ഒരു വയസ്സിൽ ചെയ്യുന്ന, ഒരു വയസ്സിൽ അല്ലെങ്കിൽ ഒരു 3 വയസ്സ് ഒക്കെ ആകുമ്പോഴൊക്കെയാണ് ചിലർ ചെയ്യുന്നത്. മിക്കവാറും ഒരു വയസ്സിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ചടങ്ങാണ് ചൂതകരണ എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഉപനയന സെറിമണി. അത് ഒരു അഡൽട്ട്ഹുഡിലേക്കുള്ള ഇനീഷ്യേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സംസ്കാരാസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ 4. ശരിക്കും 16 സംസ്കാരാസ് ആണുള്ളത്. അതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതിൽ ആദ്യത്തേതാണ് ഗർഭധന അല്ലെങ്കിൽ ഗർഭധനം എന്ന് പറയും. ഈ ഒരു സെറിമണി നടത്തുന്നത്, ഈ ഒരു റിച്വൽ നടത്തുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് റൈറ്റ് ഓഫ് പാസേജ് ആണ്. അതായത് ഒരു കപ്പിളിന് കുട്ടി ജനിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രെയർ ആണ് ഗർഭധന എന്ന് പറയുന്നത്. ഒരു കുട്ടി കൺസെപ്ഷൻ ചെയ്യുന്നതിന് മുൻപ്, അതായത് പ്രഗ്നന്റ് ആവുന്നതിന് മുൻപ് ചെയ്യുന്ന ഒരു കപ്പിൾ ചെയ്യുന്ന, അതായത് ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഗർഭധന എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തേതാണ് പുംസവന എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്തത് മൂന്നാമത്തേതാണ് സീമന്തോ നയന. അതായത് ബേബി ഷവർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതായത് പ്രഗ്നൻസിയുടെ ഒരു ലാസ്റ്റ് ഫേസിൽ നടത്തുന്നതാണിത്. അതായത് ഒരു സേഫ് ഡെലിവറി, അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലാതെയുള്ള ഒരു സേഫ് ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറിമണിയാണ് സീമന്തോ നയന. നെക്സ്റ്റ് ആണ് ജാതകർമ്മൻ. ജാതകർമ്മൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ ഈ നെയിമിംഗ് സെറിമണി ഒക്കെ ഈ ജാതകർമ്മ സെറിമണിയിലാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. സോറി, നെയിമിംഗ് സെറിമണി ഒക്കെ ഈ ജാതകർമ്മ സെറിമണി കഴിഞ്ഞിട്ടാണ് കേട്ടോ പറയുന്നത്. നാമകരണ എന്ന് പറയുന്ന സെറിമണിയാണ് അടുത്തത്, അതായത് നെയിമിംഗ് ദ ബേബി റിച്വൽ. നെക്സ്റ്റ് ആണ് നിഷ്ക്രമണ. അതായത് ബേബിയുടെ ഫസ്റ്റ് ഔട്ടിങ്ങിനെയാണ് ഈ ഒരു നിഷ്ക്രമണ എന്ന് പറയുന്നത്. അതായത് പാരൻസ് കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കുട്ടീനെ പുറത്തു കൊണ്ടുപോകുന്ന, വീടിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് പറയുന്നത്. ജനിച്ച ഒരു 4 മാസത്തിന് ശേഷമൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. മെയിനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിന്റെ വീട്ടിലേക്കോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്, ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും നല്ല ചടങ്ങുകൾക്കൊക്കെ ആയിട്ടാണ് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് അന്നപ്രാശ. അന്നപ്രാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ചോറൂണ്. കുട്ടിക്ക് ആദ്യമായിട്ട് സോളിഡ് ഫുഡ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അന്നപ്രാശ. ദെൻ അടുത്തത് ചൂതകരണ. ചൂതകരണ നമ്മൾ പറഞ്ഞതാണ്, ബേബിയുടെ ആദ്യത്തെ ഹെയർ കട്ടാണ്. നെക്സ്റ്റ് ആണ് കർണവേദ.
അതായത് കുട്ടിയുടെ ചെവി കുത്തുന്ന അതായത് കാത് കുത്തുന്ന ആ ഒരു ചടങ്ങിനെയാണ് കർണവേദ എന്ന് പറയുന്നത്. അടുത്തത് വിദ്യാരംഭ. വിദ്യാരംഭ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണല്ലേ ഈ വിദ്യാരംഭ എന്ന് പറയുന്നത്. അതായത് എഴുത്തിനിരുത്തുക എന്ന് പറയില്ലേ, അതാണ്. അക്ഷരാരംഭ, അക്ഷരാഭ്യാസ ആരംഭ, അങ്ങനെയൊക്കെ നമ്മൾ അതിനെ പറയും, ബിഗിനിങ് ഓഫ് സ്റ്റഡി. നെക്സ്റ്റ് പറയുന്നത് ഉപനയന. ഉപനയനയും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ചൈൽഡിന്റെ അഡൾട്ട്ഹുഡിലേക്കുള്ള ഒരു ഇനീഷ്യേഷൻ അല്ലെങ്കിൽ ചൈൽഡ് എൻട്രൻസ് ഇൻ ടു സ്കൂൾ എന്നൊക്കെ പറയാം. നെക്സ്റ്റ് റിച്വൽ ആണ് വേദാരംഭ. വേദാരംഭ എന്ന് പറയുന്ന റിച്വൽ അടുത്തത് വേദങ്ങളും ഉപനിഷത്തുകളും ഗുരുകുലത്തിൽ അല്ലെങ്കിൽ പാഠശാലയിൽ പോയിട്ട് പഠിക്കുന്നതിനെയാണ് വേദാരംഭ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കേശാന്ത ആൻഡ് ഋതുശുദ്ധി. അതായത് ഒരു യൂത്തിന്റെ ഫേഷ്യൽ ഹെയർ, ഒരു യുവാവിന്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഷേവിനെയാണ് ഈ പറയുന്ന കേശാന്ത അല്ലെങ്കിൽ ഋതുശുദ്ധി എന്ന് പറയുന്നത്. ഏകദേശം ഒരു കുട്ടിക്ക് 16 വയസ്സാവുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു റിച്വൽ ചെയ്യുന്നത്. നെക്സ്റ്റ് സമാവർത്തന. സമാവർത്തന എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ സെറിമണിയാണ്. അതായത് ഫോർമൽ എഡ്യൂക്കേഷന്റെ ഒരു എൻഡിങ് ഫേസ് ആണ്. എൻഡിങ് ഫേസിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വിവാഹ. വിവാഹ എന്ന് പറഞ്ഞാൽ അറിയാലോ, മാരേജ്. മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പേഴ്സണൽ റിച്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഈ വിവാഹയാണ്. നെക്സ്റ്റ് വ്രതാസ്. 16ാമത്തെ വരുന്നത് അന്ത്യേഷ്ടി എന്ന് പറയുന്ന റിച്വൽ ആണ്. അതായത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡി അഗ്നിക്ക് വിട്ടുകൊടുക്കുന്നതിനെയാണ് അന്ത്യേഷി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 16 സംസ്കാരാസ് വരുന്നത്. ജസ്റ്റ് ഇതിന്റെ പേരൊന്ന് പറഞ്ഞു എന്ന് മാത്രം, ഇതൊന്ന് ഓർമ്മയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഗ്രേഡ്സ് അക്ബർ ഹാഡ് ക്രിയേറ്റഡ് ഹിസ് മൻസബ്ദാരി സിസ്റ്റം. മൻസബ്ദാരി സിസ്റ്റത്തിൽ അക്ബർ എത്ര ഗ്രേഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 54, 59, 66, 70 എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്കതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഓപ്ഷൻ 3 സി ആയിട്ടുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് 66 ഗ്രേഡ്സ് ആണ് അക്ബർ നൽകിയിട്ടുള്ളത്. ഈ 66 ഗ്രേഡ്സ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സിലാണ് ഇത്തരത്തിൽ 66 മൻസബ്ദാർസ്, 66 ഗ്രേഡ്സ് ഓഫ് മൻസബ്ദാർസ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇൻ പ്രാക്ടീസ് ഓൺലി അറൌണ്ട് 33 മൻസബ്ദാർസ് എക്സിസ്റ്റഡ്. അതായത് 66 ഗ്രേഡ്സ് ഓഫ് മൻസബ്ദാർസ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സിൽ മാത്രമായിരുന്നു. പക്ഷേ പ്രാക്ടിക്കലി 33 ഗ്രേഡ്സ് ഓഫ് മൻസബ്ദാർസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 66 ഗ്രേഡ്സ് എന്ന ഓപ്ഷനിൽ കാണുമ്പോൾ അത് ചൂസ് ചെയ്യുക. അതല്ല 66 ഇല്ല 33 ആണ് എന്നുണ്ടെങ്കിൽ 33 എന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ മാർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മൻസബ്ദാരി സിസ്റ്റം അല്ലെങ്കിൽ മൻസബ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? 1571 അക്ബർ ചക്രവർത്തിയുടെ ഭരണ കാലഘട്ടത്തിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആയിട്ടാണ് ബേസിക്കലി ഇത് അറിയപ്പെടുന്നത്. അതായത് ഓഫീസേഴ്സിനെ അവരുടെ ഗ്രേഡ് അനുസരിച്ചിട്ട് ഇങ്ങനെ റാങ്ക് കൊടുത്ത് തരംതിരിക്കുന്നതായിരുന്നു. അതായത് ആ ഒരു റാങ്കിനനുസരിച്ചിട്ടായിരിക്കും ഇവർക്ക് സാലറി, ആ ഒരു ഗ്രേഡിനനുസരിച്ചായിരിക്കും ഇവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മൻസബ് എന്ന് പറയുന്ന വേർഡ് അറബിക് ലാംഗ്വേജിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിന്റെ ഒരു ലിറ്റററി മീനിങ് വരുന്നത് റാങ്ക് ഓർ പൊസിഷൻ എന്നാണ്. മുഗൾ സർവീസിൽ എൻറോൾ ചെയ്യുന്ന നോബിൾസിനെ മൻസബ്ദാർസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സിവിൽ, മിലിറ്ററി, റവന്യൂ അഫയേഴ്സ്, അതായത് ആ ഒരു മുഗൾ എംപയറിന്റെ സിവിൽ, മിലിറ്ററി, റവന്യൂ അഫയേഴ്സിലൊക്കെ തന്നെ ഈ ഒരു മൻസബ്ദാരി സിസ്റ്റം ആയിരുന്നു കംപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മൻസബ്ദാർസിന് 2 റാങ്കുകളാണ് മെയിൻ ആയിട്ട് പറയുന്നത്, സത് ആൻഡ് സവർ. സത്തിന്റെ സ്പെല്ലിംഗ് അറിയാലോ, ZAT ആണ്. സവറിന്റെ സ്പെല്ലിംഗ് SAWAR. സത് എന്ന് പറയുന്നത് ഒരു നോബിളിന്റെ പേഴ്സണൽ റാങ്ക് ആണ്, വിച്ച് ഇൻഡിക്കേറ്റ്സ് ഹിസ് പേ ആൻഡ് സ്റ്റേറ്റസ്. അദ്ദേഹത്തിന്റെ പേ സ്കെയിലും അതുപോലെ സ്റ്റാറ്റസും നിർണ്ണയിക്കുന്നത് സത് എന്ന ഒരു പേഴ്സണൽ റാങ്ക് ആണ്.
ദെൻ സവർ എന്ന് പറയുന്നത് എ റാങ്ക് ഡിറ്റർമിൻഡ് ഹൗ മെനി ഹോഴ്സസ് എ നോബിൾ വാസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഓർ വാസ് എക്സ്പെക്റ്റഡ് ടു മെയിൻറ്റെയിൻ. അതായത് ഒരു നോബിളിന് എത്ര ഹോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര ഹോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു റാങ്കിനെയാണ് സവർ എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ റാങ്ക് ആണ്, സവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവൽറി റാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് മൻസബ്ദാരി സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് വെർ സ്റ്റാർട്ടഡ് ബൈ മഹാത്മാഗാന്ധി? താഴെ തന്നിട്ടുള്ളവയിൽ ഏതെല്ലാമാണ് മഹാത്മാഗാന്ധി ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാം ഉദ്യോഗ സംഘ്, തലിമി സംഘ്, ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ, മുക്തി സെൻ അല്ലെങ്കിൽ മുക്തി സേന എന്ന് പറയുന്നതാണ് ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1, അതായത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് മീൻസ് എ ആൻഡ് ബി ഓൺലി. അതായത് ഗ്രാമോദ്യോഗ് സംഘ്, തലിമി സംഘ്, ഇത് രണ്ടുമാണ് ഗാന്ധിജി ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്, ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. ബാക്കി 3 ആര്യ മഹിളാ സമാജ്, അതുപോലെ ശാരദാ സദൻ, മുക്തി സേൻ എന്നിവയൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്? പണ്ഡിത രമാഭായി ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു പാർട്ടിലെ ഡിസ്കഷനിൽ 2024 ജൂണിലെ തന്നെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഈ ഒരു മുക്തി സേൻ അല്ലെങ്കിൽ ശാരദാ സദനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അത് 3 ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ, മുക്തി സെൻ എന്നിവയെല്ലാം തന്നെ പണ്ഡിത രമാബായിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി മഹാത്മാഗാന്ധിയായിട്ട് കണക്ട് ആയിട്ടുള്ളത് ഗ്രാമോദ്യോഗ് സംഘ്, അതുപോലെ തലിമി സംഘ് എന്നിവയാണ്. ഗ്രാമോദ്യോഗ് സംഘിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു റൂറൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ആണ്. ഇറ്റ് എയിംഡ് ടു പ്രൊമോട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ വില്ലേജ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ടു റെഡ്യൂസ് മൈഗ്രേഷൻ ടു സിറ്റീസ്. അതായത് കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചത്, അതായത് ഗ്രാമങ്ങളിൽ വെച്ചിട്ട് ഗ്രാമങ്ങളിലെ തൊഴിലുകളുടെ അവസരങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അസോസിയേഷൻ ആയിരുന്നു ഗ്രാമോദ്യോഗ് സംഘ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? ജോലി തേടിയിട്ടും മറ്റുമായിട്ട് ധാരാളം പേര് ഗ്രാമങ്ങളിൽ നിന്നും സിറ്റികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മൈഗ്രേഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ലെവലിൽ, ആ ഒരു മൈഗ്രേഷൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഗ്രാമങ്ങളിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് ഗ്രാമോദ്യോഗ് സംഘ് എന്ന് പറയുന്നത്. ഇനി ദ താലിമി സംഘ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണ്. അതായത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു താലിമി സംഘ് എന്ന് പറയുന്നത്. മെയിനായിട്ട് റൂറൽ ഏരിയാസിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ നൈൻ താലിം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഗാന്ധിജിയുടെ ബേസിക് എഡ്യൂക്കേഷനുമായിട്ട് കണക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ നമ്മളൊക്കെ? അപ്പോൾ ആ ഒരു നൈൻ താലിം എന്നുള്ള ഒരു സ്കീം, താലിമി സംഘ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കണക്ഷൻ തോന്നില്ല. അപ്പോൾ ഇത് രണ്ടും മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്ത് ഓർമ്മയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെന്തായാലും ഓർമ്മയിൽ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് സെപ്പറേറ്റഡ് ബർമ ഫ്രം ഇന്ത്യ ആൻഡ് suggested the creation of 2 new provinces of Sindh and Orissa? താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ആക്ട് ആണ് ബർമയെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കുന്നത്, അതുപോലെ തന്നെ സജസ്റ്റഡ് ദ ക്രിയേഷൻ ഓഫ് 2 ന്യൂ പ്രോവിൻസസ് ഓഫ് സിന്ധ് ആൻഡ് ഒറീസ? സിന്ധ് ആൻഡ് ഒറീസ എന്നിങ്ങനെ 2 ന്യൂ പ്രോവിൻസസിന്റെ സജഷൻ, അതായത് പ്രോവിൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന സജഷൻ കൊണ്ടുവന്നതും ഏത് ആക്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1947 എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുള്ളത്. നോക്കാം. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു ആക്ടിലാണ് സിന്ധ് വാസ് സെപ്പറേറ്റഡ് ഫ്രം ബോംബെ. ബോംബെയിൽ നിന്ന് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് സിന്ധിനെ മാറ്റുന്നത് ഈ 1935 ആക്ട് ആണ്.
Then Bihar and Orissa were divided into separate provinces of Bihar and Orissa. അതായത് ബീഹാറിനെയും ഒറീസേനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് രണ്ടും ബീഹാർ അതുപോലെ ഒറീസ എന്നിങ്ങനെ രണ്ട് സെപ്പറേറ്റ് പ്രോവിൻസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ബർമ വാസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഫ്രം ഇന്ത്യ. ബർമ എന്ന് പറയുന്നത് ശ്രീലങ്കേനെയാണെന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനെ ഇന്ത്യയിൽ നിന്നും കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആക്കുന്നത് ഈ ഒരു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വഴിയാണ്. ഓക്കെ, ഇനി ഈ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആക്ട് UK-യുടെ അതായത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പാർലമെന്റിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആണ്. ഓഗസ്റ്റ് 1935 ഇതിന്റെ ഒരു റോയൽ അസെന്റ് അതായത് രാജകീയ സമ്മതം കിട്ടിയിട്ടുള്ളത് ഈ ഒരു 1935 ഓഗസ്റ്റിലാണ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് ആക്ട് ആയിട്ട് അറിയപ്പെടുന്നത് 1935 ഈ ആക്ട് ആണ്. പക്ഷേ 1999 ഈ ആക്ട് ഗ്രേറ്റർ ലണ്ടൻ അതോറിറ്റി ആക്ട് ആയിട്ട് സപ്രസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ടാണ് അതുവരെയാണ് ഈ ഒരു ആക്ട് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് ആക്ട് ആയിട്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആക്ട് ബർമയെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആക്കി എന്നുള്ളത്. അത് എഫക്റ്റീവ് ആവുന്നത് 1 ഏപ്രിൽ 1937 ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ആക്ടോട് കൂടിയിട്ടാണ് നടക്കുന്നത്. ദെൻ ദ ക്രിയേഷൻ ഓഫ് ഫെഡറൽ കോർട്ട് ഇൻ 1937 അതായത് 1937 ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ ഫെഡറൽ കോർട്ടിന്റെ ക്രിയേഷൻ വരുന്നത്. ദെൻ ബൈക്യാമറലിസം ഈ ഒരു ആക്ടിൽ വരുന്നതാണ്. ബൈക്യാമറലിസം 11 പ്രോവിൻസുകളിൽ 6 എണ്ണത്തിൽ ബൈക്യാമറലിസം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബോംബെ, മദ്രാസ്, ബംഗാൾ, ബീഹാർ, അസം ആൻഡ് യുണൈറ്റഡ് പ്രോവിൻസസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ആന്ധ്ര or Shatavahana kings into the chronological order as per given in the മത്സ്യപുരാണ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ശാതവാഹന റൂളേഴ്സിനെ മത്സ്യപുരാണത്തിൽ തന്നിട്ടുള്ള ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണ, ശതകർണി, ലംബോദര, കുന്തല, സ്വാതികർണ, ഹല എന്നിങ്ങനെയാണ് നമ്മുടെ കിങ്സിന്റെ നെയിം നൽകിയിട്ടുള്ളത്. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ നമുക്ക് നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ABCDE എന്നിങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് ഓർഡർ വരുന്നത്. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു ഓർഡറിൽ തന്നെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കൃഷ്ണ, ശതകർണി, ലംബോദര, കുന്തല, സ്വാതികർണ, ഹല എന്നിങ്ങനെയാണ് ഓർഡർ വരുന്നത്. ശാതവാഹന ഡൈനാസ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ ശാതവാഹന ഡൈനാസ്റ്റിയുടെ ഒരു ഫൗണ്ടർ വരുന്നത് സിമുഗ ആണ്. ഇതിന്റെ ഒരു എസ്റ്റാബ്ലിഷിംഗ് ഇയർ വരുന്നത് 2nd സെഞ്ചുറി BC-യുടെ ഒരു ലേറ്റ് ഫേസിലൊക്കെ ആയിട്ടാണ്. കണ്വ ഡൈനാസ്റ്റി ഈ ഒരു ശാതവാഹന ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യുന്നത്. മത്സ്യപുരാണയില് 30 ശാതവാഹന കിങ്സിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് 30 ശാതവാഹന കിങ്സ് ഡെക്കാൻ ഏരിയ ഭരിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് റൂളർ ആയിട്ട് പറയുന്നത് വിജയ അദ്ദേഹത്തിനെയാണ്. ശാതവാഹന ഡൈനാസ്റ്റിയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് വരുന്നത് പ്രാകൃത് ലാംഗ്വേജ് ആയിരുന്നു. ഈ ഒരു പ്രാകൃത് ലാംഗ്വേജിന്റെ ഒരു ഗോൾഡൻ ഏജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ശാതവാഹന കിങ് ആയിട്ടുള്ള ഹല അദ്ദേഹത്തിന്റെ ഒരു പീരീഡിലെ ഭരണ കാലഘട്ടത്തിലായിരുന്നു. ദെൻ ശാതവാഹന ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് എഴുതപ്പെട്ടിട്ടുള്ളത് പ്രാകൃത് ലാംഗ്വേജിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാകൃത് ആയിരുന്നു. അതുപോലെ ലിറ്ററേച്ചറിനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ് ആയിരുന്നു പ്രാകൃത്. മറ്റൊരു കാര്യം കൂടി ശാതവാഹനാസിനെ കുറിച്ച് പറയാനുള്ളത്, ബുദ്ധിസ്റ്റ് സ്തൂപ ഉണ്ടല്ലോ, സാഞ്ചിയിലെ ബുദ്ധിസ്റ്റ് സ്തൂപയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് ഒരു ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ശാതവാഹനാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്തൂപയുടെ റിമെയിൻസും അതുപോലെ ശാതവാഹന സ്കൾപ്ചേഴ്സും ഒക്കെ തന്നെ
ആന്ധ്രയിലെ പല പല സൈറ്റുകളുടെ പേര് പറയുന്നത് ഗോലി, ജഗയപത, ഭട്ടിപ്രഭെ, ഗന്ധശാല, അമരാവതി ആൻഡ് നാഗാർജുനകൊണ്ട എന്നീ സൈറ്റ് നെയിംസ് പറയുന്നുണ്ട്. ഇപ്പൊ ഇവിടങ്ങളിൽ നിന്നൊക്കെ ശാതവാഹന സ്കൾപ്ചേഴ്സും അതുപോലെ സ്തൂപ റിമെയിൻസും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മത്സ്യപുരാണയില് 30 ശാതവാഹന അല്ലെങ്കിൽ ആന്ധ്ര കിങ്സ് എന്ന് പറയുന്നതും ശാതവാഹന കിങ്സിനെയാണ്. അപ്പൊ 30 പേരെ ഇതിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 30 പേരൊക്കെ ചേർന്ന് 460 വർഷക്കാലത്തോളം ഭരിച്ചു എന്നാണ് മത്സ്യപുരാണയിൽ പറയുന്നത്. ദെൻ ഈ വായുപുരാണയില് 30 ആന്ധ്ര കിങ്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വായുപുരാണയില് 411 വർഷം ശാതവാഹന ഡൈനാസ്റ്റി ഭരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ബ്രഹ്മാണ്ഡ പുരാണയില് 456 വർഷത്തില് ഈ ശാതവാഹന ഡൈനാസ്റ്റി ഭരിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ വിഷ്ണു പുരാണയില് 300 വർഷമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ശാതവാഹനാസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പറയാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് റിട്ടൺ ബൈ ബൈറാംജി എം മലബാറി? താഴെ തന്നിട്ടുള്ളവയിൽ ബൈറാംജി എം മലബാറിയുടെ വർക്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നീതി വിനോദ്, എൻ അപ്പീൽ ഫ്രം ദ ഡോട്ടേഴ്സ് ഓഫ് ഇന്ത്യ, ദ ഇന്ത്യൻ ഐ ഇൻ ഇംഗ്ലീഷ് ലൈഫ്, ദ വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും ബൈറാംജി എം മലബാറിയുടെ വർക്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ദ വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ് എന്ന വർക്ക് ഇദ്ദേഹത്തിന്റെ വർക്കല്ല. ഓക്കെ, ആ ഒരു വർക്കിന്റെ ഓദർ വരുന്നത് സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിത ഒരു ഐറിഷ് ടീച്ചർ ആയിരുന്നു. അതുപോലെ ഓദർ, സോഷ്യൽ ആക്ടിവിസ്റ്റ്, സ്കൂൾ ഫൗണ്ടർ, അതുപോലെ സ്വാമി വിവേകാനന്ദന്റെ ഡിസൈപ്പിൾ കൂടി ആയിരുന്നു. ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, അതായത് ദ വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ്, ആ ഒരു വർക്കിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. വർക്കിന്റെ ഇയർ വരുന്നത് 1904 ആണ്. ഈ ഒരു വർക്കിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എസ്സേസിന്റെ, അതായത് ഉപന്യാസങ്ങളുടെ ഒരു കളക്ഷൻ ആയിരുന്നു ഇത്. ഇനി നമുക്ക് മറ്റ് ഓപ്ഷൻസിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ആദ്യത്തേത് നീതി വിനോദ്. 1875 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നീതി വിനോദ്. അതിന്റെ ഒരു മീനിങ് വരുന്നത് പ്ലഷർ ഓഫ് മൊറാലിറ്റി എന്നാണ്. ഗുജറാത്തി പോയംസിന്റെ ഒരു കോമ്പിലേഷൻ ആയിട്ടായിരുന്നു ഈ ഒരു വർക്ക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, ആൻ അപ്പീൽ ഫ്രം ദ ഡോട്ടേഴ്സ് ഓഫ് ഇന്ത്യ. ഈ ബുക്കിന്റെ പബ്ലിക്കേഷൻ ഇയർ വരുന്നത് 1890 ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വർക്ക് ദ ഇന്ത്യൻ ഐ ഇൻ ഇംഗ്ലീഷ് ലൈഫ്. 1893 ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ഓദറിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബൈറാംജി മലബാറിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ഒരു പാഴ്സി ജേർണലിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ റൈറ്ററുമായിരുന്നു. ഇദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു സേവാ സദൻ. സൊസൈറ്റിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു സേവാ സദൻ. ചൈൽഡ് മാരേജിനും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് വിഡോഹുഡിനും എല്ലാത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന, അതിനെതിരെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ബൈറാംജി മലബാറി. ഇദ്ദേഹത്തിന്റെ ഒരു ഏരിയ വരുന്നത് ബോംബെ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് കിങ് ബിംബിസാര. കിങ് ബിംബിസാരന്റെ ആദ്യത്തെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാടലിപുത്ര, ഗിരിവ്രജ, അവന്തി, ടാക്സില എന്നിവയാണ് ഓപ്ഷൻസ് വരുന്നത്. നമുക്ക് കറക്റ്റ് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2, അതായത് ഓപ്ഷൻ ബി ഗിരിവ്രജയാണ്. അതായത് ഗിരിവ്രജയാണ് രാജഗൃഹ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. ബിംബിസാരനെ കുറിച്ച് പറയുമ്പോൾ ബിന്ദുസാരൻ അല്ല കേട്ടോ, ബിംബിസാരൻ എന്നാണ് പറഞ്ഞത്. ബിംബിസാരൻ ഏർലിയസ്റ്റ് മഗധൻ റൂളർ ആയിരുന്നു. ദെൻ ബുദ്ധിസത്തിന് പാട്രോണേജ് നൽകിയിട്ടുണ്ടായിരുന്ന ഒരു മഗധൻ റൂളർ ആയിരുന്നു ബിംബിസാരൻ. ഒരു പെർമനന്റ് ആർമി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ മൊണാർക്ക് ബിംബിസാരൻ ആയിരുന്നു.
then ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ശ്രീബുദ്ധന്റെ കണ്ടംപററിയും കൂടിയായിരുന്നു കേട്ടോ ബിംബിസാരൻ. ദെൻ ജെയിൻ ലിറ്ററേച്ചറിലും ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഉള്ള ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ തന്നിട്ടുള്ളവ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. കോൺക്വസ്റ്റ് ഓഫ് ഗോവ ബൈ ദ പോർച്ചുഗീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബാമിനി കിങ്ഡം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ എംപയർ ബൈ ബാബർ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്, ദെൻ എമർജൻസ് ഓഫ് ദ സുൽത്താനേറ്റ് ഓഫ് ഗോൾക്കൊണ്ട. ഇത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ഡി, ബി, എ, ഇ, സി എന്നിങ്ങനെയാണ് കറക്റ്റ് ഓർഡർ വരുന്നത്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡി ആയിട്ട് വരുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആണ്. 1206 ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കുത്തബ്ദീൻ ഐബക്ക് ആണ്. മാംലുക് ഡൈനാസ്റ്റി എന്നാണ് ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ ഡൈനാസ്റ്റി അറിയപ്പെടുന്നത്. ഈ മാംലുക് സുൽത്താനേറ്റ് ആണ് മാംലുക് ഡൈനാസ്റ്റിയാണ് കുത്തബ്ദീൻ ഐബക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഡൽഹി സുൽത്താനേറ്റില് മാംലുക് ഡൈനാസ്റ്റിക്ക് ശേഷം ഖാൽജി ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഖിൽജി ഡൈനാസ്റ്റി, ദെൻ തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ദെൻ ലോധി ഡൈനാസ്റ്റി എന്നിങ്ങനെ 5 ഡൈനാസ്റ്റികളാണ് ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്നത്. ഇവയുടെയൊക്കെ പീരീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ ഡൈനാസ്റ്റി ആയിട്ടുള്ള മാംലുക് ഡൈനാസ്റ്റിയുടെ പീരീഡ് വരുന്നത് 1206 മുതൽ 1290 വരെയാണ്. ദെൻ ഖൽജി ഡൈനാസ്റ്റിയുടെ പീരീഡ് വരുന്നത് 1290 മുതൽ 1320 വരെയാണ്. തുഗ്ലക് ഡൈനാസ്റ്റിയുടെ പീരീഡ് വരുന്നത് 1320 മുതൽ 1414 വരെയാണ്. സയ്യിദ് ഡൈനാസ്റ്റിയുടേത് 1414 മുതൽ 1451 വരെയാണ്. ലോധി ഡൈനാസ്റ്റി 1451 മുതൽ 1526 വരെ. ഈ ലോധി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബാമിനി കിങ്ഡം. ബാമിനി കിങ്ഡത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് 1347 CE കാലഘട്ടത്തിലാണ്. അലാവുദ്ദീൻ ഹസൻ ബഹ്മാൻ ഷാ അദ്ദേഹമാണ് ബാമിനി കിങ്ഡത്തിന്റെ ഫൗണ്ടർ. ഇദ്ദേഹത്തിനെ സഫർ ഖാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഹോൾ ഡെക്കാൻ ഏരിയയും, അതായത് കൃഷ്ണ റിവർ വരെയുള്ള ഹോൾ ഡെക്കാൻ ഏരിയയാണ് ഇദ്ദേഹത്തിന്റെ കിങ്ഡം, ഈ ഒരു ബാമിനി കിങ്ഡം നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ക്യാപിറ്റല് ഗുൽബർഗ ആയിരുന്നു. ഗുൽബർഗ. മറ്റൊരു കാര്യം കൂടി ബാമിനി കിങ്ഡത്തിനെ കുറിച്ച് പറയാനുള്ളത്, ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് മുസ്ലിം കിങ്ഡം ഓഫ് ദ ഡെക്കാൻ എന്നാണ് ബാമിനി കിങ്ഡം അറിയപ്പെടുന്നത്. മഹ്മൂദ് ഗവാൻ ആണ് ബാമിനി കിങ്ഡത്തിലെ ഗ്രേറ്റസ്റ്റ് റൂളർ ആയിട്ട് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, കോൺക്വസ്റ്റ് ഓഫ് ഗോവ ബൈ പോർച്ചുഗീസ്. 1510 പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കുന്നത്. ആ സമയത്തെ ഗവർണർ ആയിട്ടുണ്ടായിരുന്നത് അൽഫോൺസോ ഡെ അൽബുക്കർക്ക് ആയിരുന്നു. പോർച്ചുഗലിന്റെ ആദ്യത്തെ ടെറിട്ടോറിയൽ പൊസിഷൻ, ഏഷ്യയിലെ ആദ്യത്തെ ടെറിട്ടോറിയൽ പൊസിഷൻ ആയിരുന്നത് ഈ ഗോവയായിരുന്നു. 1510 മുതൽ പോർച്ചുഗീസുകാരുടെ കോളനി ആയിരുന്നു ഗോവ. അൽബുക്കർക്കാണ് ഇത്തരത്തിലെ പോർച്ചുഗീസുകാരുടെ ഗോവ കീഴടക്കിയത് എന്ന് നമ്മൾ പറഞ്ഞു. ആദിൽ ഷാഹിയുടെ കയ്യിലായിരുന്നു ഈ ഒരു പോർച്ചുഗീസുകാര്, അവരുടെ കയ്യിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സുൽത്താനേറ്റ് ഓഫ് ഗോൽക്കൊണ്ട. ഗോൽക്കൊണ്ട സുൽത്താനേറ്റ് ഫൗണ്ട് ചെയ്യുന്നത് ക്വിലി കുത്തബുൽ മുൽക്കാണ് 1518. 171 വർഷക്കാലത്തോളം ഈ ഒരു ഡൈനാസ്റ്റി റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺടിൽ ദ മുഗൾ എംപറർ ഔറംഗസേബ്സ് ആർമി കോൺകേർഡ് ഗോൽക്കൊണ്ട ഇൻ 1687. 1687 ഔറംഗസേബിന്റെ ആർമി ഗോൽക്കൊണ്ട കോൺകർ ചെയ്യുന്നത് വരെയും ഈ ഒരു 1518 മുതൽ ഇവര് 171 വർഷക്കാലത്തോളം ഇവര് ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഡെക്കാൻ സുൽത്താനേറ്റിൽ വരുന്നതാണ് ഗോൽക്കൊണ്ട എന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ മുഗൾ എംപയർ ബൈ ബാബർ. 1526 മുഗൾ എംപയർ ബാബർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു
ലോധി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ട്രാവലേഴ്സ് വിസിറ്റഡ് ഇന്ത്യ ഫ്രം യൂറോപ്പ്? അപ്പോൾ താഴെ തന്നിട്ടുള്ള ട്രാവലേഴ്സിൽ ആരെല്ലാമാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർക്കോ പോളോ, ഇബിൻ ബത്തൂത്ത, ഡുവാർത്തെ ബർബോസ, ആന്റോണിയോ മോൺസെററ്റെ, പീറ്റർ മുണ്ടി എന്നിവയാണ് നൽകിയിരിക്കുന്ന ട്രാവലേഴ്സിന്റെ നെയിംസ്. ഇവയിലെ ഏതെല്ലാമാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ ട്രാവലേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് ലാസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. A, C, D ആൻഡ് E ഓൺലി. ദാറ്റ് മീൻസ് മാർക്കോ പോളോ, ഡുവാർത്തെ ബർബോസ, ആന്റോണിയോ മോൺസെററ്റെ, പീറ്റർ മുണ്ടി എന്നിവരെല്ലാമാണ് യൂറോപ്പിൽ നിന്നും ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ട്രാവലേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇബിൻ ബത്തൂത്ത എൻ്റെ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടില്ലേ എന്നൊരു ഡൗട്ട് നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇബിൻ ബത്തൂത്ത ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ട്രാവലർ തന്നെയാണ്. പക്ഷേ അദ്ദേഹം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? മൊറോക്കോയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സഞ്ചാരിയായിരുന്നു ഇബിൻ ബത്തൂത്ത. മൊറോക്കോ യൂറോപ്യൻ കൺട്രി അല്ല, അതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇബിൻ ബത്തൂത്ത ഈ കൂട്ടത്തിൽ പെടുന്ന വ്യക്തിയല്ല. ഓക്കെ, ഇബിൻ ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പീരീഡിൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക് ലോയുടെ ജഡ്ജ് ആൻഡ് എക്സ്പേർട്ട് ആയിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ബത്തൂത്തയെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇബിൻ ബത്തൂത്തയുടെ ഫേമസ് ട്രാവലോഗ് വർക്കാണ് റിഹ്ല, കിതാബ് അൽ റിഹ്ല എന്ന് പറയുന്ന വർക്ക്. നെക്സ്റ്റ്, ഡുവാർത്തെ ബർബോസ, അദ്ദേഹം ഒരു പോർച്ചുഗീസ് ഓഫീസറും അതുപോലെ റൈറ്ററുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദ ബുക്ക് ഓഫ് ഡുവാർത്തെ ബർബോസ. നെക്സ്റ്റ്, ആന്റോണിയോ മോൺസെററ്റെ, അദ്ദേഹവും ഒരു പോർച്ചുഗീസുകാരനാണ്. പോർച്ചുഗീസ് പ്രീസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അക്ബറിന്റെ സെക്കൻഡ് സൺ ആയിട്ടുള്ള മുറാദ്, അദ്ദേഹത്തിന്റെ ട്യൂട്ടർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന് ആന്റോണിയോ മോൺസെററ്റിനെ ആയിരുന്നു. അക്ബറിന്റെയും അദ്ദേഹത്തിന്റെ ഒരു കോർട്ടിനെയും എംപയറിനെയും ഒക്കെ കുറിച്ചിട്ടുള്ള ഒരു അതിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈമറി സോഴ്സ് ആയിട്ട് മോൺസെററ്റിയുടെ അക്കൗണ്ട്സിനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മാർക്കോ പോളോ ഒരു വെനീഷ്യൻ മെർച്ചന്റ് ആണ്. ഹൊയ്സാല എംപയറിന്റെ കാലഘട്ടത്തിൽ, കിങ് രാമരാജയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നത്. ദെൻ പീറ്റർ മ്യൂണ്ടി കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഓഫീസർ ആയിരുന്നു. ഓഫീസർ അല്ല, ബ്രിട്ടീഷ് ഫാക്ടർ അതുപോലെ മെർച്ചന്റ് ട്രേഡർ ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ട്രാവലറും റൈറ്ററും കൂടിയായിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? താഴെ തന്നിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാമാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണദേവരായ wrote അമുക്തമര്യാദ. അമുക്തമര്യാദ was written in Tamil. അമുക്തമര്യാദ was on statecraft. Hampi was a name derived from local mother goddess Pampa Devi. Vijayanagar kings claimed to rule on behalf of the god Virupaksha. അപ്പോൾ ഇത്രയെല്ലാമാണ് നമുക്ക് നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതെല്ലാമാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമ്മുടെ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സെക്കൻഡ് ആണ്. അതായത് A, C, D ആൻഡ് E ഓൺലി. ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. കാരണം കൃഷ്ണദേവരായ തന്നെയാണല്ലേ അമുക്തമര്യാദ എഴുതിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം. പക്ഷേ കൃഷ്ണദേവരായ തന്നെയാണ് അമുക്തമര്യാദ എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ലാംഗ്വേജ് ഏതാണ്? തെലുങ്കു ലാംഗ്വേജിലാണ് അദ്ദേഹം ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. അമുക്തമര്യാദ വാസ് റിട്ടൺ ഇൻ തമിഴ് എന്നാണ് ബി സ്റ്റേറ്റ്മെന്റിൽ നൽകിയിട്ടുള്ളത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തെലുങ്കു ആണ് അമുക്തമര്യാദയുടെ ലാംഗ്വേജ് വരുന്നത്. ദെൻ
സ്റ്റേറ്റ് ക്രാഫ്റ്റിനെ കുറിച്ചിട്ടുള്ള വർക്കാണ് ഇത്. ഹംപി എന്ന നെയിം പമ്പാദേവി എന്ന ഗോഡസിന്റെ നെയിമിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ വിജയനഗര കിങ്സ് ക്ലെയിംഡ് ടു റൂൾ ഓൺ ബിഹാഫ് ഓഫ് ദ ഗോഡ് വിരൂപാക്ഷ. നമുക്കറിയാം വിരൂപാക്ഷ ടെമ്പിൾ ഒക്കെ വിജയനഗര എംപയറിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് എന്നുള്ളത്. അപ്പോൾ അവര് ആ ഒരു ദൈവത്തിനോട് ക്ലെയിം ചെയ്തിരിക്കുന്ന കാര്യം ഷുവർ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് A, C, D ആൻഡ് E ഓൺലി. ഈ അമുക്തമല്യതയുടെ ഇയർ വരുന്നത് ഏകദേശം 16-ാം നൂറ്റാണ്ടാണ്. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വിജയനഗര എംപറർ ആയിട്ടുണ്ടായിരുന്ന കൃഷ്ണദേവരായ തെലുങ്കു ലാംഗ്വേജിൽ രചിച്ചിട്ടുള്ള ഒരു എപ്പിക് പോയമാണ് അമുക്തമല്യത. ഈ അമുക്തമല്യതയുടെ ട്രാൻസ്ലേഷൻ വരുന്നത് വൺ ഹു ഓഫേർഡ് ദ ഗാർലാൻഡ് ആഫ്റ്റർ വെയറിംഗ് ഇറ്റ്സെൽഫ് എന്നാണ്. അതായത് മാല സ്വയം ധരിച്ചതിന് ശേഷം സമർപ്പിച്ചവൻ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് പാർട്ടുകളായിട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു.